നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു യാത്രയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സാമ്പത്തിക ഭാവിയെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ബാങ്ക് അക്കൗണ്ടിലുള്ള പണമല്ല, മറിച്ച് നമ്മുടെ മനസ്സിലുള്ള ചിന്തകളാണ്. എനിക്ക് സാധിക്കില്ല എന്ന ദാരിദ്ര്യബോധത്തിൽ നിന്ന് എനിക്ക് സാധിക്കും എന്ന സമൃദ്ധി ബോധത്തിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റിയാൽ മാത്രമേ യഥാർത്ഥ വളർച്ച സാധ്യമാകൂ. ഈ യാത്രയിൽ നമ്മൾ ദാരിദ്ര്യത്തിന്റെ കെട്ടുപാടുകൾ പൊട്ടിച്ച് സമ്പത്തിന്റെ വഴി എങ്ങനെ തുറക്കാമെന്ന് പഠിക്കും. ഓരോ ആശയവും നമ്മുടെ ചിന്താരീതിയെ സമൂലമായി പരിവർത്തനം ചെയ്യാൻ സഹായിക്കുന്നതാണ്. വിഖ്യാത വ്യവസായിയായ ഹെൻറി ഫോർഡ് പറഞ്ഞതുപോലെ, നിങ്ങൾക്ക് സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ പറഞ്ഞത് ശരിയായിരിക്കും. ഈ വാക്കുകൾക്ക് വലിയ ആഴമുണ്ട്. നമ്മുടെ മനസ്സ് ഒരു കാന്തം പോലെയാണ്. നമ്മൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നു. ദാരിദ്ര്യം ഒരു ഭൗതികമായ അവസ്ഥ മാത്രമല്ല, മറിച്ച് ഒരു മാനസികാവസ്ഥ കൂടിയാണ്. ഈ ചിന്താരീതിയെ മാറ്റാതെ ബാഹ്യമായ സാഹചര്യങ്ങളെ മാത്രം മാറ്റിയതുകൊണ്ട് സമ്പന്നരാകാൻ നമുക്ക് കഴിയുകയില്ല. അതിനാൽ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിലെ ദരിദ്രചിന്തയെ തിരിച്ചറിയുകയും അതിനെ ഇല്ലാതാക്കുകയും ചെയ്യുക എന്നതാണ്. വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഓരോ ആശയവും നിങ്ങളുടെ മനസ്സിനെ സമ്പന്നതയുടെ പാതയിലേക്ക് നയിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വിജയകരമായ വ്യക്തികൾ പിന്തുടരുന്ന ഈ മാനസിക തത്വങ്ങൾ മനസ്സിലാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. ലളിതമായ കാര്യങ്ങളിലൂടെ എങ്ങനെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്ന് നമുക്ക് ഈ യാത്രയിൽ കണ്ടെത്താം. ഒന്നാമതായി, എനിക്ക് സാധിക്കും എന്ന ബോധം വളർത്തുക എന്നുള്ളതാണ്. ദാരിദ്ര്യബോധം പോരാ എന്ന ഭയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഈ ലോകത്ത് എല്ലാം പരിമിതമാണ് എന്നും ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അവസരം മറ്റൊരാൾക്ക് നഷ്ടമാകുമെന്നും ഈ ചിന്താഗതി നമ്മളെ പഠിപ്പിക്കുന്നു. ഇത് അവസരങ്ങളിൽ നിന്ന് നമ്മളെ പിന്നോട്ട് വലിക്കുകയും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുന്നതിൽ നിന്ന് തടയുകയും ചെയ്യും. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ നിങ്ങളെ നിഷ്ക്രിയരാക്കുന്നു. എന്നാൽ സമ്പന്നതയുടെ ബോധം ഇതിന് നേർവിപരീതമാണ്. ഈ ലോകത്ത് അവസരങ്ങൾ അനന്തമാണ് എന്നും ഒരാളുടെ വിജയം മറ്റൊരാളുടെ പരാജയമാകേണ്ടതില്ല എന്നും ഇത് നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. പ്രശസ്ത ഗ്രന്ഥകാരൻ സ്റ്റീഫൻ കോവി പറഞ്ഞതുപോലെ, മറ്റുള്ളവരുടെ വിജയത്തിൽ നിങ്ങൾ സന്തോഷിക്കുമ്പോൾ നിങ്ങൾക്കത് നേടാനുള്ള വഴികൾ തുറക്കുന്നു. ഈ മനോഭാവം നിങ്ങളുടെ ചിന്തകളെ കൂടുതൽ വിശാലമാക്കുന്നു. എങ്ങനെ സാധിക്കും എന്ന് സ്വയം ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് അതിനുള്ള വഴികൾ തേടാൻ തുടങ്ങും. പുതിയ ആശയങ്ങൾ, പുതിയ ആളുകൾ, പുതിയ അവസരങ്ങൾ എന്നിവയെല്ലാം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. ദാരിദ്ര്യ ചിന്തകളിൽ നിന്ന് പുറത്തു കടന്ന് അനന്തമായ സാധ്യതകളുള്ള ഒരു ലോകത്തെ സ്വപ്നം കാണാൻ ഇത് നിങ്ങളെ സഹായിക്കും. രണ്ടാമതായി, അറ്റകുറ്റപ്പണികൾക്ക് പകരം നിക്ഷേപത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. ഒരു സാധാരണ ദരിദ്ര ചിന്താഗതി വരുമാനം അന്നന്നത്തെ ആവശ്യങ്ങൾക്കായി മാത്രം ചെലവഴിക്കുക എന്നുള്ളതാണ്. അത്യാവശ്യ കാര്യങ്ങൾ, വിനോദം, ആഡംബരം എന്നിവയ്ക്കായി പണം ചെലവഴിച്ചു തീർക്കുമ്പോൾ ഭാവിയിലേക്കുള്ള വളർച്ചയ്ക്കായി ഒന്നും ബാക്കിയുണ്ടായിരിക്കുകയില്ല. ഇത് സാമ്പത്തികമായി ഒരു കെണിക്ക് കാരണമായി തീരും. എന്നാൽ സമ്പന്നമായ ഒരു മനസ്സ് ഓരോ രൂപയും വളർച്ചയുടെ വിത്തായി കാണുന്നു. ഹാർവാർഡ് സർവകലാശാലയിലെ മുൻ പ്രസിഡന്റ് ചാൾസ് വില്യം സെലിയറ്റ് പറഞ്ഞതുപോലെ, നിക്ഷേപം എന്നത് ഇന്നത്തെ ത്യാഗമാണ് നാളത്തെ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ളത്. നിങ്ങളുടെ വിദ്യാഭ്യാസം, കഴിവുകൾ വികസിപ്പിക്കാനുള്ള കോഴ്സുകൾ, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാനുള്ള മൂലധനം എന്നിവയിലെല്ലാം നിക്ഷേപിക്കുക. ഒരു രൂപ പോലും നിങ്ങൾക്ക് വളർത്താൻ കഴിയാത്തതാണ് എന്ന് ചിന്തിക്കരുത്. നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് ഒരു ചെറിയ ശതമാനം മാറ്റിവെച്ച് നിക്ഷേപിച്ചു തുടങ്ങുക. ഈ ചെറിയ ചുവടുകൾ കാലക്രമേണ വലിയൊരു സമ്പത്തായി മാറും. നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമായി തീരും. മൂന്നാമതായി, പരാജയത്തെ പഠിക്കാനുള്ള അവസരമായി കാണുക എന്നുള്ളതാണ്. പരാജയത്തെ ദരിദ്രചിന്ത അവസാനമായി കാണുന്നു. ഒരു തോൽവി സംഭവിച്ചാൽ എനിക്കിതിന് യോഗ്യതയില്ല എന്ന് പറഞ്ഞ്
നമ്മൾ സ്വയം ഒതുങ്ങിക്കൂടുന്നു. ഇത് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്നു. പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങൾക്ക് തടസ്സമാകുന്നത് പരാജയത്തെക്കുറിച്ചുള്ള ഭയമാണ്. വിജയകരമായ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകും. ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസ് പറഞ്ഞതുപോലെ, നിങ്ങൾ പരാജയപ്പെടാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുകയില്ല. പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള വഴിയാണ് എന്ന് മനസ്സിലാക്കുക. ഓരോ വീഴ്ചയിലും വിലയേറിയ പാഠങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഒരു പരാജയം സംഭവിച്ചാൽ അത് എന്തിനു സംഭവിച്ചു എന്ന് വിശകലനം ചെയ്യുക. അതിൽ നിന്ന് എന്ത് പഠിക്കാനുണ്ട് എന്ന് കണ്ടെത്തുക. അത് നിങ്ങളുടെ അടുത്ത നീക്കത്തെ കൂടുതൽ ശക്തമാക്കും. പരാജയം ഒരു മതിൽക്കെട്ടല്ല, മറിച്ച് ഒരു പാതയാണ്. ആ പാതയിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് പോകാൻ ധൈര്യപ്പെടുക. നാലാമതായി, എനിക്ക് അർഹതയില്ല എന്ന ചിന്ത ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ മനസ്സിൽ സമ്പന്നരാകാൻ എനിക്ക് അർഹതയില്ല എന്ന ചിന്തയുണ്ടാകും. നമ്മൾ അതിനായി പരിശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്കതിനുള്ള കഴിവില്ല എന്ന് നമ്മൾ സ്വയം വിശ്വസിക്കുന്നു. ഈ ചിന്ത നമ്മുടെ ആത്മവിശ്വാസം തകർക്കുകയും നമ്മളിലേക്ക് വരുന്ന അവസരങ്ങളെ നമ്മൾ സ്വയം തള്ളിക്കളയുകയും ചെയ്യുന്നു. സമ്പത്തും വിജയവും നിങ്ങളുടെ കഠിനാധ്വാനത്തിനും കഴിവുകൾക്കും ലഭിക്കുന്ന പ്രതിഫലമാണ്. നിങ്ങൾ സമ്പന്നനാകാൻ അർഹനാണ്. വിഖ്യാത നിക്ഷേപകനായ വാറൻ ബഫറ്റ് പറഞ്ഞതുപോലെ, നിങ്ങൾക്ക് നേടാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അത് നേടുകയില്ല. നിങ്ങളുടെ മൂല്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങളുടെ കഴിവുകളെയും സംഭാവനകളെയും വിലമതിക്കാൻ പഠിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വലുതാക്കാൻ ഭയപ്പെടരുത്. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുമ്പോൾ ലോകം നിങ്ങളെ കൂടുതൽ ബഹുമാനിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ സമ്പത്ത് നിങ്ങളിലേക്ക് ഒഴുകിയെത്തും. അഞ്ചാമതായി, സമ്പത്തിനെ ഭയക്കരുത്, അതിനെ ഒരു ഉപകരണമായി കാണുക എന്നുള്ളതാണ്. പലപ്പോഴും സമ്പത്ത് ഒരു ദോഷകരമായ ശക്തിയാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നു. പണത്തിന് ആത്മാവില്ല, അത് വെറും ഒരു ഉപകരണമാണ്. അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അതിന്റെ ഗുണവും ദോഷവും. അമേരിക്കൻ ഫിലോസഫറായ ജിം റോൺ പറഞ്ഞതുപോലെ, പണം ഒരു നല്ല അടിമയാണ്, പക്ഷെ ഒരു മോശം യജമാനനുമാണ്. സമ്പത്തിനെ ഒരു ഉപകരണമായി കാണുക. നിങ്ങളുടെ സ്വപ്നങ്ങളായ വീട്, വിദ്യാഭ്യാസം, വിനോദയാത്രകൾ എന്നിവയെല്ലാം യാഥാർത്ഥ്യമാക്കാൻ ഇത് സഹായിക്കും. മറ്റുള്ളവരെ സഹായിക്കാനും സമൂഹത്തിന് സംഭാവന നൽകാനും പണം ഒരു നല്ല മാർഗമാണ്. പണം കയ്യിൽ വരുമ്പോൾ അത് പെട്ടെന്ന് ചെലവഴിച്ച് തീർക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും ഒഴിവാക്കുകയോ ചെയ്യുന്നതിനു പകരം സാമ്പത്തിക കാര്യങ്ങൾ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യാനുള്ള അറിവ് നേടുക. ആറാമതായി, പരിമിതികൾക്ക് പുറത്തേക്ക് ചിന്തിക്കുക എന്നുള്ളതാണ്. എനിക്കിത് മാത്രമേ സാധ്യമാകൂ എന്നത് ദാരിദ്ര്യചിന്തയുടെ ഒരു പ്രധാന ലക്ഷണമാണ്. നിങ്ങളുടെ വരുമാനം, ജോലി, സാഹചര്യങ്ങൾ എന്നിവയെല്ലാം ഒരു അതിരായി കാണുക. ഇത് നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. ഇത് എങ്ങനെ സാധ്യമാക്കാം എന്ന ചോദ്യം നിങ്ങളുടെ ചിന്താരീതിയെ മാറ്റും. പ്രശസ്ത സംരംഭകനായ റിച്ചാർഡ് ബ്രാൻസൺ പറഞ്ഞതുപോലെ, സാധ്യതകൾക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കാൻ ധൈര്യപ്പെടുക. വരുമാനം വർദ്ധിപ്പിക്കാൻ പുതിയ വഴികൾ തേടുക. നിലവിലുള്ള വിഭവങ്ങൾക്കപ്പുറം നിങ്ങളുടെ സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കാൻ പഠിക്കുക. നിങ്ങളുടെ കഴിവുകൾ, അറിവ്, ബന്ധങ്ങൾ എന്നിവയെല്ലാം ഉപയോഗിച്ച് പുതിയ അവസരങ്ങൾ കണ്ടെത്തുക. ഏഴാമതായി, മറ്റുള്ളവരുടെ വിജയം ആസ്വദിക്കാനും അവരിൽ നിന്ന് പഠിക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ്. ദരിദ്രചിന്ത മറ്റുള്ളവരുടെ വിജയത്തിൽ അസൂയ തോന്നിക്കുന്നു. അത് നിങ്ങളെ നിരാശരാക്കും. എന്നാൽ സമ്പന്ന ചിന്ത മറ്റുള്ളവരുടെ വിജയം കാണുമ്പോൾ സന്തോഷിക്കുന്നു. വിജയികളിൽ നിന്ന് പഠിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. വാറൻ ബഫറ്റ് പറഞ്ഞതുപോലെ, നിങ്ങൾക്കറിയാവുന്ന ഏറ്റവും മികച്ച ആളുകളുമായി ബന്ധം സ്ഥാപിക്കുക. അത് നിങ്ങളെ ശരിയായ പാതയിലേക്ക് നയിക്കും. മറ്റുള്ളവരുടെ വിജയം കാണുമ്പോൾ അത് നിങ്ങളെ പ്രചോദിപ്പിക്കാൻ സഹായിക്കും. അവരുടെ വിജയത്തിന് പിന്നിൽ രഹസ്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എട്ടാമതായി, നന്ദിയുടെ ശക്തി മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ പക്കലുള്ളതിനോട് നന്ദിയില്ലെങ്കിൽ കൂടുതൽ ലഭിക്കുന്നത് കഠിനമാണ്. ദാരിദ്ര്യചിന്ത എപ്പോഴും ഇല്ല എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. വിഖ്യാത ഗ്രന്ഥകാരൻ റോബിൻ ശർമ്മ പറഞ്ഞതുപോലെ, നിങ്ങൾക്കുള്ളതിൽ നന്ദിയുള്ളവനായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കും.
നിങ്ങളുടെ ആരോഗ്യം, കുടുംബം, ജോലി എന്നിവയെല്ലാം അതിൽ ഉൾപ്പെടുന്നു. നന്ദി മനസ്സിനെ ശാന്തമാക്കുകയും കൂടുതൽ പോസിറ്റീവ് ഊർജം ആകർഷിക്കുകയും ചെയ്യും. നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. 9-ാമതായി സമയത്തിന്റെ മൂല്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ദരിദ്രചിന്ത പണം ലാഭിക്കാൻ വേണ്ടി സമയം പാഴാക്കുന്നു. സമ്പന്ന ചിന്ത സമയത്തെ ഏറ്റവും വിലപ്പെട്ട നിക്ഷേപമായി കാണുന്നു. പ്രശസ്ത ഗ്രന്ഥകാരൻ സ്റ്റീവൻ കോവി പറഞ്ഞതുപോലെ, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ സമയമാണ്. നിങ്ങളുടെ സമയം എങ്ങനെ ചിലവഴിക്കുന്നു എന്നത് ശ്രദ്ധിക്കുക. സമയം ബുദ്ധിപൂർവം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ വരുമാനം നേടാനും വ്യക്തിപരമായ വളർച്ചയ്ക്കും സഹായിക്കും. സമയം പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുക. 10-ാമതായി മറ്റുള്ളവർക്ക് മൂല്യം നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. സമ്പത്ത് യഥാർത്ഥത്തിൽ മൂല്യത്തിന്റെ കൈമാറ്റമാണ്. എനിക്ക് എങ്ങനെ കൂടുതൽ ലഭിക്കും എന്ന് ചിന്തിക്കുന്നതിനു പകരം ഞാൻ എങ്ങനെ കൂടുതൽ മൂല്യം നൽകാമെന്ന് സ്വയം ചോദിക്കുക. വിഖ്യാത സംരംഭകനായ എറിക്സൺ പറഞ്ഞതുപോലെ, നിങ്ങൾ നൽകുന്ന മൂല്യം നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്പത്തിന് തുല്യമായിരിക്കും. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, മികച്ച സേവനം നൽകുക, യഥാർത്ഥമായി സഹായിക്കുക. നിങ്ങൾ മറ്റുള്ളവർക്ക് മൂല്യം നൽകുമ്പോൾ അവർ നിങ്ങളെ തേടി വരും. ഇതാണ് സമ്പത്തിനെ നിങ്ങളെ തേടി വരാൻ പ്രേരിപ്പിക്കുന്നത്. ഇവയെല്ലാം വെറും വാക്കുകളല്ല, ജീവിതത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ആശയങ്ങളാണ്. നിങ്ങളുടെ ചിന്താരീതിയെ മാറ്റുന്നത് ഒരു ദിവസത്തെ കാര്യമല്ല, അതൊരു പരിശീലനമാണ്. ഓരോ ദിവസവും ഈ ആശയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ മനസ്സ് സമ്പന്നതയുടെ തരംഗത്തിലേക്ക് ട്യൂൺ ചെയ്യുമ്പോൾ സമ്പത്ത് നിങ്ങളെ തേടി വരുന്നത് നിങ്ങൾ കാണാൻ തുടങ്ങും. നിങ്ങളുടെ മനസ്സിന്റെ ശക്തി ഉപയോഗിച്ച് നിങ്ങൾക്ക് സമ്പന്നതയും സന്തോഷവും നിറഞ്ഞൊരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ കഴിയും. വിജയം നിങ്ങളുടേതാകട്ടെ. വില്ലേജ് ലൈറ്റിന്റെ അടുത്ത അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.